എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് ഇത്തിരി വിഷമത്തോടെ ഗംഗാധരൻ പറയുന്നുണ്ട്, മോള് ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അത് തടയാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വൈജയന്തിയോട് സംസാരിച്ചതാണ്. പക്ഷേ ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നു. അന്നേരം ശിവനും പറയുന്നുണ്ട്, ഞാനും വൈജയന്തിയോട് സംസാരിച്ചതാണ്, അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആ ഒരവസ്ഥയിലാണ് എന്ന്. അത് കഴിഞ്ഞ് അവരകത്തേക്ക് കയറി വരുന്നു. അന്നേരം കൃഷ്ണമോളുണ്ടാകത്ത്. അന്നേരം എന്താ ഇന്ന് സ്കൂളിൽ പോകാത്തത് എന്ന് ചോദിക്കുമ്പം എഴുന്നേറ്റപ്പം ഭയങ്കര തലവേദനയായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെയും കിടന്നു, ഇപ്പം ചെറിയൊരു കുറവുണ്ട്, അതുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നത് എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, അങ്ങനെ കുറവുണ്ടെങ്കിൽ നിനക്ക് സ്കൂളിൽ പോകാൻ മേലായിരുന്നു ഡി, ബബിതയുടെ കൂടെ പോയാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇന്ന് അവധിയാണ് എന്ന് നേരത്തെ മനസ്സിനോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകാത്തത് എന്ന് പറയും. അന്നേരം എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് ഗംഗാധരൻ മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങുകയാണ് ബാലേന്ദ്രനെ കാണാൻ വേണ്ടി. അന്നേരം മനുവിനോട് ചോദിക്കും, എടാ മനു നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ മുകളിലോട്ടെന്ന്. അന്നേരം മനു പറയും, ഞാൻ വരുന്നില്ല, നിങ്ങൾക്കുള്ളത് നിങ്ങൾ പോയി മേടിച്ചോ, അതാണ് നല്ലത് എന്ന്. അന്നേരം ഇവനോട് കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട് ശിവൻ. അന്നേരം നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയും. അന്നേരം ശിവൻ പറയുവാണ്, അല്ല ഇവനോട് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടുന്നത് 3 ഭാഗിക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന്. അന്നേരം ഗംഗാധരൻ ചോദിക്കും, എന്തിനാ പേടിക്കുന്നത്, ഞാനില്ലേ കൂടെ, താൻ വാ ശിവൻ വാ എന്ന് പറയുന്നു. അന്നേരം ശിവൻ പറയുക, എന്തിനാ പേടിക്കുന്നത്, ഇതെനിക്ക് സ്ഥിരമാണല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ഏതായാലും ശിവേട്ടന് ചെറിയ തമാശയൊക്കെ വരുന്നുണ്ട്, സ്ഥിരമായിട്ട് ബാലേന്ദ്രൻ്റെ വായിന്ന് കേൾക്കുന്നുണ്ട്, അതൊരു ശീലമായി, പ്രശ്നമില്ല എന്ന്. ഏതായാലും അവർ രണ്ടുപേരുടെ മുകളിലോട്ട് കയറി പോകുന്നു. പോയി കഴിയുമ്പം അലീന ചോദിക്കും, മനുവേട്ട ഞാൻ ചായ എടുക്കട്ടെ, അതോ കഴിക്കാനൂടെ വേണോ എന്ന്. അന്നേരം ചായ മതി എന്ന് പറയുന്നു. അങ്ങനെ അലീന ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി കഴിയുമ്പം ആകെ വിഷമമാണ് കൃഷ്ണമോൾക്ക്. കൃഷ്ണമോൾ മനുവിനോട് ചോദിക്കും, ശരിക്കും അലീന ചേച്ചി ഇവിടുന്ന് പോകുന്ന കാര്യം തീരുമാനമായില്ലേ, അലീന ചേച്ചിയെ നിർത്താനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് അച്ഛൻ വന്നത് എന്ന് പറയുമ്പം മനു ചോദിക്കും, അത് ഏത് സ്ഥലമാണ് എന്ന് അറിയാവോ എന്ന്. അന്നേരം ഇല്ലെന്നേ, അങ്ങനെയൊന്നും അച്ഛൻ വിട്ടു പറഞ്ഞില്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, ആ സ്ഥലം എവിടെയാണ് എന്ന് അലീനയ്ക്ക് അറിയാവോ എന്ന്. അന്നേരം ചേച്ചിക്കും അറിയത്തില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാനേതായാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന്. അന്നേരം കൃഷ്ണമോളുടെ മുഖത്ത് ആകെ വിഷമോ. അന്നേരം മനു പറയുന്നുണ്ട്, നമുക്കൊന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം, നീ വിഷമിക്കാതെ, എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന ഗംഗാധരനെയും ശിവനെയാണ്. അവരങ്ങോട്ട് കയറി ചെല്ലുന്നു. വാതിൽ തട്ടി കഴിയുമ്പോൾ വാതിൽ ഓർക്കും. എന്നിട്ട് അത്ഭുതത്തോടെ, ഗംഗേട്ടനോ, ഞാൻ 2-3 ദിവസം മുമ്പല്ലേ ഗംഗേട്ടനെ അവിടെ വന്ന് കണ്ടത്, ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് എന്ന് ചോദിക്കുമ്പം, എന്നെ കാണാൻ വേണ്ടി താൻ അങ്ങോട്ട് വന്നു, അതുപോലെ ഞാൻ ഇങ്ങോട്ടും വന്നു, എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും കാണാൻ വരാം, വാ അകത്തേക്ക് കയറി വാ എന്ന് പറയും. അങ്ങനെ ഗംഗാധരൻ അകത്തേട്ട് കയറി കഴിയുമ്പം ശിവൻ പുറത്ത് നിൽക്കുവാണേ. അന്നേരം ശിവേട്ടൻ എന്നെ പുറത്ത് നിൽക്കുന്നത്, അകത്തേട്ട് കയറി വാ ശിവേട്ട എന്ന് പറയും. എന്നിട്ട് ഉള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കാം എന്ന് പറയുമ്പം ഗംഗാധരൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കുവാണ്. നീ അവിടെ വന്നതിനെ കണ്ടിട്ട് പോകുന്നതിന് ശേഷം 3 ദിവസം എടുത്തു ഇങ്ങോട്ട് എത്താൻ, അതിനിടയ്ക്ക് നീ എവിടെയാണ് പോയതെന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഒരു വിസിറ്റിന് വേണ്ടിയല്ല അങ്ങോട്ട് വന്നത് എന്ന് ഗംഗേട്ടൻ അറിയാമായിരുന്നല്ലോ, ഞാൻ അവിടുന്ന് പോകുന്നത് സ്റ്റാൻലിയുടെ അഡ്രസ്സും മേടിച്ചുകൊണ്ടാണ്, അങ്ങനെ പോകുന്ന ഞാൻ സ്റ്റാൻലി പോയി കണ്ടു എന്ന് പറയും. അന്നേരം സ്റ്റാൻലി കണ്ടു നീ, എന്നിട്ട് എന്താ സ്റ്റാൻലി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ബാലൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും സ്റ്റാൻലിയോട് പറഞ്ഞു, അലീനെക്കുറിച്ചുള്ള കാര്യങ്ങളും സ്റ്റാൻലിയോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള തീരുമാനം സ്റ്റാൻലിയുടേതാണ് എന്ന് പറയുമ്പം അയാൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഞാൻ അയാളോട് പോയി പറഞ്ഞത്. ഇപ്പം ഗംഗേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഗംഗേട്ടൻ ഓടിപ്പോയി മകളെ കൂട്ടിക്കൊണ്ട് വരുമോ? ഇല്ലല്ലോ. ശിവേട്ടൻ പോവോ? ഇല്ല. ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. തലയ്ക്ക് വെളിവുള്ള ആൾക്കാർ ഒന്ന് ചിന്തിക്കും, നമ്മുടെ ചുറ്റുമുള്ള കുടുംബത്തെക്കുറിച്ചും അതുപോലെ ബന്ധുക്കളെക്കുറിച്ചും, അവരൊക്കെ ഇതെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കും. അതേ സ്റ്റാൻലിയും ചെയ്യുന്നുള്ളൂ. സ്റ്റാൻലി തലയ്ക്ക് വെളിവില്ലാത്തവനൊന്നും അല്ല എന്ന് നിങ്ങൾക്കും അറിയാലോ എന്ന് പറയും. അന്നേരം ഗംഗാധരൻ പറയുവാണ്, ഇതെല്ലാം വലിയ പ്രശ്നങ്ങളാവും ബാലേന്ദ്ര എന്ന്. അന്നേരം എന്ത് പ്രശ്നമാകുമെന്നാണ് ഗംഗേട്ടൻ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഗംഗാധരൻ പറയുവാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു ഐഡിയ ഞാൻ പറയാം, നമുക്ക് അലീനയ്ക്ക് വലിയൊരു വീട് മേടിച്ചു കൊടുക്കാം, അതുപോലെ അവൾക്ക് കുറച്ച് പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം, അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ശരിയാകിയല്ല എന്ന്.
എന്ന്. അന്നേരം ശിവൻ പറയുവാണ് എറണാകുളത്തെങ്ങാനും നമുക്കൊരു ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കാം അവൾക്ക്, അതുപോലെ ഏകദേശം ഒരു 25 ലക്ഷത്തിനടുത്ത് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റും അവൾക്ക് ഇട്ട് കൊടുക്കാം, അങ്ങനെയാകുമ്പം ഒരു നഷ്ടപരിഹാരം ആവുമല്ലോ അലീനയ്ക്ക് എന്നിങ്ങനെ പറയുക. അന്നേരം ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് അവളുടെ അടുത്തോട്ട് ചെന്നാൽ മതി, അന്നേരം തന്നെ അവൾ ആ പൈസയും മേടിച്ചുകൊണ്ട് പോയി മറ്റൊരു സ്നേഹസദനം തുടങ്ങും, അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന ഫ്ലാറ്റ് വിറ്റ് എല്ലാ പാവങ്ങൾക്കും താമസിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടവും അവൾ സംഘടിപ്പിക്കും, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊന്നും വർക്കാവുന്ന കാര്യമല്ല ഗംഗേട്ട എന്ന് പറയുവാണ്. അന്നേരം ആകെ വിഷമമാണ് രണ്ടുപേർക്കും. ബാലേന്ദ്രൻ അത് കണ്ടിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും തീരുകയില്ല, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇലയ്ക്ക് കുറച്ച് കേടൊക്കെ വരും, ഏതായാലും ഇലയുടെ മണ്ടേ വീഴാൻ വേണ്ടി തന്നെയാണ് മുള്ള് വരുന്നത്, അതുപോലെ എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനുണ്ട് എന്ന് പറയുവാണ്. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് രണ്ടുപേരും. എന്നിട്ട് ഗംഗാധരൻ പിന്നെയും ചോദിക്കും, അതെ ഇനിയിപ്പം സ്റ്റാൻലി അലീനെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് വെക്കുക, അപ്പോഴും മറ്റൊരു മാർഗം നമ്മൾ കണ്ടെത്തണ്ടേ, അതെന്താണ് ബാലേന്ദ്രൻ്റെ മനസ്സിലുള്ളത്, അങ്ങനെ ഒരു കാര്യം ആലോചിച്ച് വെക്കേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് ഒരു ബെസ്റ്റ് മാർഗ്ഗമുണ്ട്, അത് ഞാൻ പറയട്ടെ എന്ന്. അന്നേരം ഏതാണ്ട് നല്ല കാര്യമാണ് എന്നോർത്ത് ശിവൻ പറയുവാണ് നീ പറ ഞങ്ങൾ കേൾക്കാമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുടുംബയോഗം അങ്ങ് വിളിക്കും, എന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും അങ്ങ് തുറന്നു പറയും, പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് സംഭവിക്കട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുവാണ് രണ്ടുപേരെ. പിന്നെ അവർക്ക് അതിനൊക്കെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ സമയം അലീന താഴെ എല്ലാവർക്കും ഉള്ള ചായ ഇട്ടുകൊണ്ട് വന്നു മനുവിന് കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ ചായ മോളിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം മനുവേട്ട എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയും അതിങ്ങ് തന്നേരെ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന്. അങ്ങനെ കൃഷ്ണമോൾ ചായയായിട്ട് പോയി കഴിയുമ്പം അലീന മനുവിനോട് ചോദിക്കും എന്തിനാ മനുവേട്ട എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് എന്ന്. അന്നേരം മനു പറയും അതിന് എല്ലാവരും ഇല്ലല്ലോ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ എന്ന്. അന്നേരം 3 പേര് തന്നെ ധാരാളമാണ് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് എന്നെ അത് പെടുത്തുമൊന്നും വേണ്ട, ഞാൻ ഡ്രൈവറായിട്ട് വന്നതാ എന്ന്. അന്നേരം അലീന പിന്നെ വന്ന 2 പേർക്കും ഡ്രൈവിംഗ് അറിയാമല്ലോ, ചുമ്മാ പോ മനുവേട്ട എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മനു ചോദിക്കും ഇവിടുന്ന് പോകുന്ന കാര്യം നീ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചതാണോ എന്ന് ചോദിക്കുമ്പം അത് അങ്ങനെയല്ലേ മനുവേട്ട വേണ്ടത്, അല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗവും ഇല്ലല്ലോ എന്ന് പറയുന്നു. അന്നേരം മനു ചോദിക്കുന്നുണ്ട് മുമ്പൊക്കെ ഇവരിങ്ങോട്ട് വരുമ്പോൾ നിനക്ക് ആകെ പേടിയല്ലായിരുന്നോ, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാണോ അവർ വരുന്നത് എന്നൊക്കെ നീ ചിന്തിക്കാറില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, കൊല്ലപ്പള്ളിയിൽ നിന്ന് ആര് വന്നാലും എന്നെ ഇവിടുന്ന് ഇറക്കി വിടുക എന്നൊരു ലക്ഷ്യമല്ലേ എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരാൾ ആരാണ് എന്ന് മനു ചോദിക്കും. അന്നേരം അലീന ഒന്നും അറിയാത്ത പോലെ, ഏതായാലും ആ ഒരാൾ ഈ വീട്ടിലോട്ട് വരുമ്പോഴാണ് എനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടിയിരുന്നത്, ഇനി ആ ആളെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, ഇനി എനിക്ക് പ്രശ്നങ്ങളൊന്നും വരികയില്ല എന്ന് വരെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്നു എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, ചെറിയ മാറ്റമുണ്ടെന്നേ ഉള്ളൂ, അന്ന് ഞാനാണ് നീ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്ന് നിനക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്, ഈ വീട്ടിലെ എല്ലാവരും നീ പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതുപോലെ അവിടെ എൻ്റെ വീട്ടിലാണേലും എൻ്റെ അമ്മയൊഴികെ ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്, പിന്നെ വൈജാൻ്റിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതൊരു പാറയാണ്, ആര് എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് അതെനിക്കറിയാം മനുവേട്ട, അതുകൊണ്ടല്ലേ ഇവിടുന്ന് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത് എന്ന് പറയും. അന്നേരം മനുവിനാകെ വിഷമമാണ്. മനു പറയുന്നുണ്ട് നിന്നെ എവിടെയാണ് കൊണ്ടുവിടുന്നത് എന്നറിയാവോ നിനക്ക് എന്ന് ചോദിക്കുമ്പം എവിടെയാണെങ്കിലും അച്ഛനല്ലേ കൊണ്ടുവിടുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അന്നേരം മനു അങ്ങനെ ആകെ വിഷമത്തോടെ പറയുവാണ് എനിക്ക് എന്താ പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ല, ശരിക്കും എന്നെ ഒരു പാതി വഴിയിൽ കൊണ്ടുവിട്ടിട്ട് ഒരാൾ പോകുന്ന ഒരു ഫീലാണ് എനിക്ക് എന്നിങ്ങനെ പറയുമ്പം എന്താ മനുവേട്ട ഈ പറയുന്നത്, ഞാനാണോ പാതി വഴിയിൽ കൊണ്ടുവിട്ടിട്ട് പോകുന്നത്, ഒരിക്കലും അങ്ങനെയല്ല, ഞാനിവിടുന്ന് പോയാലും മനുവേട്ടന് എന്നെ കാണാലോ, എന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാം, അതുപോലെ ഫോൺ വിളിക്കാം, അതുമല്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയും എനിക്ക് എല്ലാവരെയും കാണണം, അങ്ങനെ ആകുമ്പോൾ ഞാൻ വരുമെന്ന്. അന്നേരം മനു എല്ലാവരെയും കാണണം, എല്ലാവരുടെയും കൂടെ ഒരാൾ മാത്രമല്ലേ ഞാൻ, അങ്ങനെ മാത്രമേ ഇപ്പോഴും നിൻ്റെ മനസ്സിലുള്ളൂ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയും അങ്ങനെയല്ല മനുവേട്ട, എൻ്റെ മനസ്സിൽ മനുവേട്ടന് വലിയൊരു സ്ഥാനമുണ്ട്, അത് പറഞ്ഞാൽ മനുവേട്ടന് മനസ്സിലാവില്ല എന്ന് പറയുവാണ്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും മുകളിൽ നിന്ന് ഗംഗാധരനും ശിവനും ഒക്കെ ഇറങ്ങി വരും. അന്നേരം മനു എഴുന്നേറ്റ് ചെന്നിട്ട് ചോദിക്കും എന്തായി വലിച്ച, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും നടക്കുകയില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു, പിന്നെ അലീനയുടെ കാര്യം അറിയാലോ എന്ന് ഗംഗാധരൻ പറയും. അന്നേരം മനു പറയുന്നുണ്ട് ഞാനും ഇവളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു എന്ന്. അന്നേരം ഗംഗാധരൻ പറയും അലീനയ്ക്കും ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല എന്ന് എനിക്കറിയാം, ഏതായാലും മോളെ നിൻ്റെ സ്റ്റാൻഡ് തന്നെയാണ്
ശരി, ഇനിയിപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് അറിയത്തില്ല, നമുക്ക് ഇനിയും ശ്രമിച്ചു നോക്കാമെന്ന് പറയും. അന്നേരം മനു ചോദിക്കും അതിന് എന്തെങ്കിലും ഫലം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന്. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് പട്ടാളക്കാർക്ക് മിഷൻ ഫെയിൽ ആകുന്ന ഒരു പരിപാടിയില്ല, വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഫലം കണ്ടാലോ എന്നിങ്ങനെ പറയുന്നു. ഏതായാലും ഇനി കൂടുതൽ സംസാരിക്കാനൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പോയേക്കാം, നമുക്ക് ഇറങ്ങാം മനു എന്ന് പറയുന്നു. എന്നിട്ട് അലീനയുടെ അടുത്തോട്ട് ചെന്ന് അവളുടെ തോളെ കൈ വെച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ കാണാൻ കേട്ടോ എന്ന്. അങ്ങനെ യാത്ര പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോകുന്നു. ആകെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അലീന. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ വീടാണ്. അവിടെ പണിക്കാരൊക്കെ ഓരോ അങ്കലാപ്പിലാണ്. കാരണം ബാലേന്ദ്രൻ പോയി സംസാരിച്ച് പോകുന്നതിന് ശേഷം സ്റ്റാൻലിയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറി. സ്റ്റാൻലി ഭയങ്കര കൂളായി, മദ്യപിക്കും എന്നുണ്ടെങ്കിൽ പോലും പട്ടികളോടൊക്കെ വർത്തമാനം പറഞ്ഞ് വളരെ കൂളായിട്ട് മദ്യപിക്കുകയും ആൾക്കാരോട് ഇടപെടുകയും ഒക്കെ ചെയ്താണ്. കുറച്ച് കർക്കശക്കാരനാണ് എങ്കിൽ പോലും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി വലിയൊരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻലിയുടെ സ്വഭാവ മാറ്റം കണ്ടിട്ട് പണിക്കാർക്കും ഒരു സംശയം, എന്തിനാണ് ബാലേന്ദ്രൻ വന്നത് എന്ന് അവർക്കറിയത്തില്ല. അന്നേരം ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് ബാലേന്ദ്രൻ വന്നതിൻ്റെ പിന്നിലെന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതുപോലെ അയാൾ പറയുന്നുണ്ട് അയാളുടെ കൂടെ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ അയാളുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവനോട് ഞാൻ പോയി ചോദിച്ചു ഇയാൾ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്, വല്ലതും അറിയാവോ എന്ന്. അവൻ പറയും അവനൊന്നും അറിയത്തില്ല, അവൻ വെറുതെ കൂടെ വന്നിട്ടുള്ളതെന്ന്, അത് അങ്ങനെ ഒരു സ്ഥാനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും മുകളിൽ നിന്ന് വിളിക്കുന്നുണ്ട് സ്റ്റാൻലി. എന്തെങ്കിലും ദേ ഇപ്പോൾ വരാവേ എന്ന് പറയുന്നു. അതുപോലെ അടുക്കള പാചകം ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളോട് പറയുന്നുണ്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പം തനിച്ച് പോകരുത് കേട്ടോ, എന്നെയും കൂടി കൊണ്ടുപോകണം, എനിക്കും കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട്, എനിക്കും സാധനങ്ങൾ മേടിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഓടി അങ്ങോട്ട് ചെല്ലുവാണ് സ്റ്റാൻലിയുടെ അടുത്തോട്ട്. ഈ സമയം സ്റ്റാൻലി വീടിനുള്ളിലെ കബോർഡുകളൊക്കെ തപ്പുക കേട്ടോ, എന്തോ സാധനം തപ്പിയെടുക്കാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ കുറേ കബോർഡുകൾ തുറന്ന് നോക്കി ചെല്ലുമ്പം ഒരു പഴയ ഒരു ആൽബം കിട്ടും. ആ ആൽബം എടുത്ത് നോക്കുവാണ്. ആ ആൽബത്തിൽ സ്റ്റാൻലിയും വൈജയന്തിയും അന്ന് പണ്ട് കാലത്ത് 23 വർഷം മുമ്പുള്ള സ്റ്റാൻലിയും വൈജയന്തിയും ഉണ്ടല്ലോ, അവരുടെ ഒരു ഫോട്ടോയുണ്ട്. അതൊക്കെ എടുത്ത് നോക്കും. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ആലോചിക്കുവാണ്. അതിനുശേഷം ഫോൺ എടുത്ത് അപ്പച്ചനെ വിളിക്കുവാണ്. അപ്പച്ചൻ റോബിച്ചൻ്റെ അടുത്താണ്. അതിനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ റോബിച്ചൻ്റെ അടുത്താണ് എന്ന് പറയുമ്പം അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കും. അന്നേരം ഒരു വിശേഷവും ഇല്ലടാ, അവൻ്റെ കൂട്ടുകാരൻ മസ്കറ്റിൽ നിന്ന് വന്നപ്പോൾ ഒരു സാധനം കൊണ്ടുവന്നു, അത് കഴിക്കാം എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചതാണ്, അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാ എന്ന് പറയുമ്പം അപ്പം കഴിച്ച് പൂസായി നിൽക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നേ, ശകലവേ ഉള്ളായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല എന്ന് പറയും. അന്നേരം അപ്പച്ചൻ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം വരാലോ, എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഒരു കാര്യം എനിക്ക് സംസാരിക്കണം, അതിന് വേണ്ടിയാണ്. അപ്പച്ചൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം എന്താടാ ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ, റോബിച്ചിനെയോ ആൽബിച്ചിനെയോ അവരെ ആരെയെങ്കിലും കൂടെ കൂട്ടണോ എന്ന് ചോദിക്കുമ്പം ആരെയും വേണ്ട, അപ്പച്ചൻ തന്നെ ഇങ്ങ് വന്നാൽ മതി, തന്നെ ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം അതിനെന്താ, അങ്ങ് ഗോകർണം വരെ വേണമെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും, പിന്നെയാണോ ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ മണിക്കൂർ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്, ഞാനങ്ങ് എത്തിക്കോളാം, ഇപ്പം തന്നെ എത്താമെന്ന് പറയുന്നു. എങ്കിൽ ഇപ്പം തന്നെ പുറപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നെയും എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റാൻലിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.